ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. മുനമ്പംകാർക്ക് ആശ്വാസം. ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. താൽക്കാലിക അടിസ്ഥാനത്തിൽ സ്വീകരിക്കാനാണ് അനുമതി. അന്തിമ വിധിക്ക് വിധേയമായി റവന്യൂ വകുപ്പിന് കരം സ്വീകരിക്കാം. ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, 2022 മുതൽ അവർ അനുഭവിച്ചു വന്ന പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമാവുകയാണ്. എന്താണ് കോടതിയുടെ നിർദ്ദേശം? മുനമ്പം ജനതയെ സംബന്ധിച്ച് താൽക്കാലികമെങ്കിലും വളരെ വലിയ ആശ്വാസമാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മുനമ്പത്തെ ഭൂനികുതി സ്വീകരിക്കാം എന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി ഭൂനികുതി സ്വീകരിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതായത് മുനമ്പം ജനതയ്ക്ക് കരമടയ്ക്കാം. 2019 മുതൽ അവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിനാണ് ഇപ്പോൾ ഒരു പരിഹാരമാകുന്നത്. അത് തൽക്കാലത്തേക്കാണെങ്കിലും മുനമ്പം ജനതയ്ക്ക് വളരെ വലിയ ആശ്വാസമാകുന്നതും ഇവരിൽ നിന്ന് വ്യവസ്ഥകൾക്ക് വിധേയമായി ഭൂനികുതി സ്വീകരിക്കണം എന്നാണ് റവന്യൂ വകുപ്പിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയ നിർദ്ദേശം. ഏറ്റവും സുപ്രധാനമായ ഉത്തരവാണ്. ഹൈക്കോടതി ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മുനമ്പത്തെ ജനത, അതായത് 2019 മുതൽ ഇത് വഖഫ് ഭൂമിയാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ കരം ഈടാക്കുന്നതിന് വിലക്കേർപ്പെടുത്തണമെന്നും വഖഫ് ബോർഡ് നേരത്തെ വില്ലേജിൽ ആവശ്യപ്പെട്ടിരുന്നു, റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് കരം സ്വീകരിക്കുന്ന നടപടികൾ ഈ റവന്യൂ വകുപ്പ് തടഞ്ഞത്. അത് മുനമ്പത്തെ ജനതയ്ക്ക്, ആളുകൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതിനെതിരെയാണ് മുനമ്പത്തെ ഒരു കൂട്ടം ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു സിവിൽ കേസ് അതിന്റെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിലാണ് ഇന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് മുനമ്പത്തെ ജനതയ്ക്ക് ആരിൽ നിന്നാണോ ഭൂനികുതി സ്വീകരിക്കുന്നത് നേരത്തെ റവന്യൂ വകുപ്പ് വിസമ്മതിച്ചത്, അവരിൽ നിന്നും ഭൂനികുതി സ്വീകരിക്കാം എന്നതാണ് ഹൈക്കോടതിയുടെ വിധി, ഇടക്കാല ഉത്തരവ്. മാത്രമല്ല, ഇത് അന്തിമ വിധിക്ക് വിധേയമായി ഈ ഉത്തരവ് സ്വീകരിക്കാം, ഈ കരം സ്വീകരിക്കാമെന്ന നിർദ്ദേശവും കൂടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ലഭിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്യാം ദേവരാജ്, ഇത് തർക്കഭൂമിയായിട്ടാണ് കിടക്കുന്നത്. അവിടെ നിന്നാണ് കരം സ്വീകരിക്കാം എന്നുള്ള കോടതിയുടെ നിർണായകമായ ഉത്തരവ് വരുന്നത്. കൈവശക്കാർക്ക് കരമൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഭൂമിയാണ് എന്നതിലേക്കുള്ള അവരുടെ ആദ്യ വിജയം കൂടിയാണ്. അങ്ങനെ തന്നെയാണ്. മുനമ്പത്തെ ജനതയെ സംബന്ധിച്ച് വളരെ വലിയ ആശ്വാസകരമാകുന്ന ഒരു നിലപാടാണ്. ഈ ഭൂനികുതി സ്വീകരിക്കരുത്, അല്ലെങ്കിൽ അതിനെ തടയണം എന്നായിരുന്നു നേരത്തെ വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷെ അവരുടെ ആവശ്യം സമ്പൂർണ്ണമായി തള്ളുമെന്നൊരു നിലപാട് ഇന്ന് ഹൈക്കോടതി സ്വീകരിച്ചു. തുടർന്നാണ് അവർ ഈ ഭൂനികുതി സ്വീകരിക്കുന്നതിനെ, അതിനുള്ള അനുവാദം നൽകുന്നതിനെ എതിർക്കാതിരുന്നത്. അത്തരമൊരു പ്രതിരോധത്തിലേക്ക് വഖഫ് സംരക്ഷണ വേദി കടക്കുകയും ചെയ്തു. തുടർന്നാണ് മുനമ്പത്തെ ജനതയ്ക്ക് ആശ്വാസകരമാകുന്ന ഒരു നിലപാട് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടാകുന്നത്. അത് മുനമ്പത്തെ ജനതയ്ക്ക് കരമടയ്ക്കാം, അതായത് ഭൂനികുതി നൽകാം എന്നതാണ്. അതായത് അത് അവരുടെ ഭൂമിയെ തന്നെ കാണും. പക്ഷേ ഇത് അന്തിമമായ ഒരു വിധിക്ക് വിധേയമാണ്. നേരത്തെ സുജയ സൂചിപ്പിച്ചത് തന്നെയാണ്. മുനമ്പത്തെ ജനതയെ സംബന്ധിച്ച് പ്രാഥമികമായി താൽക്കാലികമെങ്കിലും അവർക്ക് വളരെ വലിയൊരു ആശ്വാസമാണ്. അവർക്ക് അവരുടെ വിജയത്തിലേക്കുള്ള ആദ്യ പടി എന്ന നിലയിൽ തന്നെ ഒരുപക്ഷെ ഇതിനെ കാണാനും കഴിയും. മുനമ്പത്തെ ജനതയ്ക്ക് ഏതാണ്ട് 404 ഏക്കർ ഭൂമിയാണ് അവിടെ ഉള്ളത്. അതിൽ ഈ വഖഫ് ഭൂമിയാണ് എന്നാണ് വഖഫ് ബോർഡ് നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നത്. സ്വാഭാവികമായും പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഭൂനികുതി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം 2019 മുതൽ ഉടലെടുത്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് റവന്യൂ വകുപ്പ് ഈ കരം സ്വീകരിക്കുന്നത് നിർത്തിവെക്കുകയൊക്കെ കൂടി ചെയ്തത്. അത് വഖഫ് ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. അതായത് ഈ ഭൂമിയെല്ലാം വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് വഖഫ് ബോർഡ് ഒരു ഘട്ടത്തിൽ ക്ലെയിം ചെയ്തു. അവർ അതിന്റെ ഉത്തരവാദിത്തം, അതിന്റെ ഉടമസ്ഥാവകാശം അവർക്കാണെന്ന് അവർ അവകാശപ്പെട്ടു. തുടർന്നാണ് ഭൂനികുതി സ്വീകരിക്കുന്നത് നിർത്തിവെച്ചത്. ഇതിനെതിരെയാണ് ഒരു കൂട്ടം പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് അനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടാവുകയും ചെയ്യുന്നത് ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് അത്തരമൊരു ഉത്തരവ് വരുന്നത്. ഏതായാലും മുനമ്പത്തെ ജനതയ്ക്ക് ആശ്വാസകരമാകുന്നതാണ് ഇടക്കാല ഉത്തരവ്. തൽക്കാലത്തേക്കെങ്കിലും അവർക്ക് ഭൂനികുതി നൽകാമെന്നതാണ്. ഭൂനികുതി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കണം എന്ന നിർദ്ദേശമല്ലേ ശ്യാം അപ്പോൾ നൽകിയിരിക്കുന്നത്? അന്തിമ വിധി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും. പക്ഷേ അതുവരെ അവർക്ക് കരമൊടുക്കാം, അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള ആദ്യ ആവശ്യം അപ്പോൾ അംഗീകരിക്കപ്പെടുകയാണ്. അങ്ങനെ തന്നെയാണ് മുനമ്പത്തെ ജനത ആവശ്യപ്പെട്ടിരുന്നത്. അവരുടെ റവന്യൂ അവകാശം അവർക്ക് തിരികെ ലഭിക്കണം എന്നതാണ്. നേരത്തെ ഈ വസ്തു അവർ പണം നൽകിയാണ്, അവർ അവിടെ കാലാകാലങ്ങളായി താമസിക്കുന്നതാണ്. പക്ഷേ ഈ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിൽ നിന്നും പണം നൽകിയാണ് ഇവർ ഈ വസ്തു സ്വീകരിച്ചിരുന്നത് അവരുടെ പേരിലേക്ക് നേടിയത്. അതിനർത്ഥം ആ ഭൂമി അവരുടെ സ്വന്തമാണ് എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അതിന് പിന്നാലെയാണ്
വഖഫ് ബോർഡ് അതിലൊരു അവകാശം തുടരുക.